ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ മീഷോന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും ഞാൻ വാങ്ങിച്ചിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഹോം ആൻഡ് കിച്ചൺ ഫൈൻസാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ഇപ്പോൾ ഓഫേഴ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഈ സമയത്ത് വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഏത് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഇതൊരു ഗ്ലാസ് കോഫി മഗ്ഗാണ്. പിൻട്രസ്റ്റിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോഴാണ് വാങ്ങി നോക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പാർട്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്, പക്ഷേ ഈസി ആയിട്ട് അസംബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ ലിഡിൽ ഇതുപോലെ നമുക്ക് സിപ്പർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വലിയ ഓപ്പണിങ്ങും കൊടുത്തിട്ടുണ്ട്. സിപ്പറിലൂടെ നമുക്ക് കോൾഡ് ഡ്രിങ്ക്സും അതുപോലെ തന്നെ വലിയ ഓപ്പണിങ്ങിലൂടെ നമുക്ക് ഹോട്ട് ഡ്രിങ്ക്സും കുടിക്കാനായിട്ട് പറ്റും. ഇതുപോലെ ഒരു ചെയിൻ ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 350 ml ആണ്. നമുക്കിത് ജ്യൂസ്, സ്മൂത്തി, കോഫി കപ്പായിട്ടും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 12.7 സെൻറ്റിമീറ്ററും വിഡ്ത്ത് വരുന്നത് 7.7 സെൻറ്റിമീറ്ററും ആണ് കേട്ടോ. ഇതൊരു ജൂട്ട് ഫ്ലോർ മാറ്റാണ്. അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 439 റുപ്പീസാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു ഗ്ലാസ് മഗ്ഗാണ്, സ്ട്രോ കൂടെ വരുന്ന ഒരു മഗ്ഗാണ്. അപ്പോൾ ഇത് ഞാൻ കുറേ റീൽസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ വാങ്ങിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ കപ്പാസിറ്റി വരുന്നത് 510 ml ആണ്. നമുക്കിത് ഫ്രൂട്ട് ജ്യൂസ്, കോള, അതുപോലെ തന്നെ കോഫി ഇതെല്ലാം എസ്തെറ്റിക് ആയിട്ട് കുടിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ റേറ്റ് വന്നത് 262 റുപ്പീസാണ് കേട്ടോ. ഇതിൻ്റെ സ്ട്രോ വരുന്നതും ഗ്ലാസ് തന്നെയാണ്. പിന്നെ ലിഡ് വരുന്നത് ബാംബൂലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫ്ലോറൽ പാറ്റേൺസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജ്യൂസും കാര്യങ്ങളൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇതൊരു കോസ്റ്ററിൻ്റെ സെറ്റാണ്. 6 കോസ്റ്ററാണ് കേട്ടോ വരുന്നത്. ഇപ്പോൾ വുഡൻ മെറ്റീരിയലാണ്. ഇതുപോലെ നല്ല ഭംഗിയിലാണ് കേട്ടോ ഓരോ പീസും വരുന്നത്. ഓരോ പീസും യൂണീക്കാണ്. നമുക്കിത് വാൾ ഡെക്കറായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാളിൽ പേസ്റ്റ് ചെയ്യാനായിട്ടും പറ്റും. അല്ലാതെ നമുക്ക് കോസ്റ്ററായിട്ടും ഉപയോഗിക്കാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 143 റുപ്പീസാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പ്രോഡക്റ്റ്. ഇത് ഞാൻ ഐക്കിയിൽ നിന്ന് വാങ്ങിച്ച ഒരു സ്റ്റാൻഡായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ വെച്ച് നോക്കിയതായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെച്ച് നമുക്ക് ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ ഇതുപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലൊക്കെ ആയിട്ട് വെക്കാനായിട്ട് പറ്റും. ഇതൊരു ജ്വല്ലറി ബോക്സാണ്. അപ്പോൾ ഇതൊരു വിൻറ്റേജ് മോഡലിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മെറ്റലും ഗ്ലാസ്സും ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 249 റുപ്പീസാണ്. 4x4x2 ഇഞ്ചസ് ആണ് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത്. പിന്നെ ലിഡ് ഇതിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ലിഡും ഗ്ലാസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് ജ്വല്ലറി കീപ്പ് ചെയ്യാനുള്ള ബോക്സാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ജ്വല്ലറി ബോക്സ് കാണിച്ചു തരാം. അപ്പോൾ ഇതിലാണ് ഞാൻ സാധാരണ ജ്വല്ലറിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ. അതായത് ഓരോ ഇതും വെക്കാനായിട്ടുള്ള ഓരോ സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാംഗിൾസ് വെക്കാനൊക്കെ ആയിട്ട് ഇതുപോലെ വലിയ കമ്പാർട്ട്മെൻറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് കീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു ലോക്കർ പോലെ തന്നെ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാൻ ഈ ഒരു പുതിയ ജ്വല്ലറി ബോക്സിൽ ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ ഇതിൽ വെച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതുപോലെ നമുക്ക് കൊള്ളുന്നുണ്ട് കേട്ടോ. ഇതൊരു ഹെയർ ടൈൻ്റെ സെറ്റാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ടൈസാണ് കേട്ടോ ഇതിനകത്തുള്ളത്. 12 പെയറാണ് വരുന്നത്, അതായത് 24 പീസ് വരുന്നുണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്ത സമയം തൊട്ട് മുകളിൽ തന്നെയാണ് കേട്ടോ കളി. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ചോക്ലേറ്റ്സിൻ്റെ ഷേപ്പിലും അതുപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഒക്കെ ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് പെയേഴ്സ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് തല കെട്ടി കൊടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാവും. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 159 റുപ്പീസാണ് കേട്ടോ ഈ ഒരു സെറ്റിന്. മോളിത് കയ്യിലൊക്കെ ഇട്ട് റിങ്ങാണെന്നൊക്കെ പറഞ്ഞ് കുറേ നേരം കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതൊരു വാസാണ് കേട്ടോ. ഗ്ലാസ് മെറ്റീരിയലിൽ വന്നിട്ടുള്ള നല്ല റീസണബിൾ പ്രൈസിൽ കിട്ടിയൊരു വാസാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 188 റുപ്പീസാണ്. ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ ഇതുപോലൊരു ഷൈനിങ് ടൈപ്പാണുള്ളത്. ഞാൻ എൻ്റെ കയ്യിലുള്ള ഫ്ലവേഴ്സ് തന്നെ ഇതുപോലെ വെച്ച് നോക്കിയതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ്. അപ്പോൾ ഇത് വെച്ചപ്പോഴും നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മളൊരു കോർണറൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് വെച്ച് കഴിയുമ്പോൾ നല്ല രസമുണ്ടാവും കാണാനായിട്ട്. ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവറിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ഫ്ലവറാണിതും. ഈ നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു 3D മൂൺ ലാമ്പാണ് കേട്ടോ. ഞാനിത് കണ്ടപ്പോൾ ഗ്ലാസ് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതൊരു പൊട്ടാത്ത പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഇതുപോലെ ചാർജിങ് കേബിളും തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡ് നമുക്ക് ഈസി ആയിട്ട് അസംബിൾ ചെയ്യാവുന്ന രീതിയിലാണുള്ളത്. ഇതിൽ നമുക്ക് 7 കളേഴ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മൂൺ ലൈറ്റ് തന്നെയാണ്. നമുക്കിത് ബെഡ് ലാമ്പായിട്ടും റൂമിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മളൊരു എസ്തെറ്റിക് കോർണറൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാവും. ഇതുപോലെ സെൻസർ ഉണ്ട് കേട്ടോ. നമ്മൾ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കളേഴ്സ് മാറിക്കൊണ്ടിരിക്കും. ഇതുപോലെ ഗ്രാജുവലി മാറുന്നതുമുണ്ട്. പിന്നെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു കളറിൽ തന്നെ നിൽക്കുന്നതും ഉണ്ട് കേട്ടോ. അങ്ങനെ 2 രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്ക് ചാർജ് ചെയ്തതിന് ശേഷം കേബിൾ ഇല്ലാതെയും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നത് 384 റുപ്പീസാണ്. അപ്പോൾ നല്ല റീസണബിൾ പ്രൈസിൽ നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിലിങ്ങനെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് കളർ മാറുന്നതൊക്കെ. അവർ 2 പേരും ഇതിൽ തന്നെയായിരുന്നു കേട്ടോ കളി. പിന്നെ രാത്രി ഇത് ഓൺ ചെയ്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഓൺ ചെയ്തിട്ടാണ് ഉറങ്ങിയത്. എനിക്ക് ഈ എല്ലാ കളേഴ്സിലും ഈ ഒരു വാം ലൈറ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എന്തായാലും അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇത് പിൻട്രസ്റ്റിലൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതുപോലെ ഫ്ലവർ ഷേപ്പിൽ വരുന്നൊരു മിററാണ് കേട്ടോ അത്. ഇത് നമുക്ക് മേക്കപ്പ് മിററായിട്ടും അതുപോലെ ഡെക്കറായിട്ടുമായിട്ടും യൂസ് ചെയ്യാം. നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത്. അസംബിൾ ചെയ്യാനും ഭയങ്കര ഈസിയാണ്. പിന്നെ താഴെയുള്ള ട്രേയിൽ നമുക്ക് മേക്കപ്പ് പ്രോഡക്ട്സോ അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് ഒക്കെ വെക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ലീഫ് കാണുന്നില്ല, അതിൽ നമുക്ക് റിങ് ഒക്കെ വെക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് നമുക്ക് 360 ഡിഗ്രിയിലും റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ മേക്കപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 169 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൈസിന് നല്ല വേർത്തായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതും ഞാൻ പിൻട്രസ്റ്റിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വാസിൻ്റെ സെറ്റാണ്. 3 വാസാണ് വരുന്നത്. 3 ഡിഫറെൻറ്റ് ഷേപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഫ്ലവർ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. കുറച്ചുകൂടി ലൈറ്റ് പിങ്കാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ പ്രൈസാണ് കേട്ടോ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയത്. 452 റുപ്പീസിനാണ് കേട്ടോ എനിക്ക് ഈ 3 വാസ് കിട്ടിയത്. പിന്നെ ഇതിൻ്റെ വൈറ്റും അവൈലബിൾ ആണ്. അതിന് 600 റുപ്പീസാണ് കാണിക്കുന്നത്. അപ്പോൾ വൈറ്റ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് ഞാൻ പിങ്ക് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും കുഞ്ഞ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ ഇതിൽ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു ക്യൂട്ടായിട്ടുള്ള സെറാമിക് മഗ്ഗാണ്. ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ വാങ്ങിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ബോയിൻ്റെ ഷേപ്പൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 252 റുപ്പീസാണ്. ഇത് മൈക്രോവേവ് സേഫും ആണ് കേട്ടോ. ഇനി ഇത് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു നൈഫ് സെറ്റാണ് കേട്ടോ. ഇപ്പോൾ മീഷോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു നൈഫ് സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ സിംഗിൾ പീസ് ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 224 റുപ്പീസാണ് കേട്ടോ ഈ 3 എണ്ണത്തിന്. പിന്നെ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ ഇതിലൊരെണ്ണം നല്ല വലുപ്പത്തിലാണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു മീഡിയം സൈസാണ്. പിന്നെ ഒരെണ്ണം ചെറുതും വന്നിട്ടുണ്ട്. ഇതുപോലെ ഓറഞ്ചിൻ്റെ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രൈസിന് നല്ല വേർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ.
പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കത്തിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കത്തിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് ഞാനിത് വീണ്ടും പർച്ചേസ് ചെയ്യാനായിട്ട് നിന്നത്. ഇതൊരു സോൾട്ട് ആൻഡ് പെപ്പർ ഷേക്കറാണ് കേട്ടോ. നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള പ്രൊഡക്റ്റാണ്. അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ കണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ പൊതുവേ എനിക്ക് ഈ വൈറ്റ് ആൻഡ് വുഡൻ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതും ആ ഒരു കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സെറാമിക് ബോട്ടിൽസാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ കുറേ ടൈപ്പിലുള്ള സോൾട്ട് ആൻഡ് പെപ്പർ ബോട്ടിൽസ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അതുപോലെ തന്നെ ഹോൾസ് കൊടുത്തിട്ടുണ്ട് നമുക്കിത് എടുക്കാനായിട്ട്. പിന്നെ ഇതിൽ ഓൾറെഡി ലേബൽ ചെയ്തിട്ടുണ്ട് സോൾട്ട് പെപ്പർ എന്നുള്ളത്. ലിഡ് വന്നിട്ടുള്ളത് കോർക്കിലാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 296 റുപ്പീസാണ്. ഇത് 80 ml കപ്പാസിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതൊരു ബേക്കിംഗ് ട്രേ ആണ് കേട്ടോ. റെക്റ്റാങ്കുലർ ഷേപ്പിൽ വരുന്ന ഒരു ബേക്കിംഗ് ട്രേ ആണ്. അപ്പോൾ ഇത് സെറാമിക് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. ഇതുപോലെ യെല്ലോ കളറിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഇത് നമുക്ക് ബേക്കിങ്ങിന് മാത്രമല്ല ഒരു സെർവിങ് പ്ലേറ്റ് ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 660 റുപ്പീസാണ്. ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെയും ലീഫിൻ്റെയൊക്കെ ഒരു പാറ്റേണാണ് കൊടുത്തിട്ടുള്ളത്. അകത്തും പുറത്തും സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ മീഷോനേക്കാളും എന്താണ് ഫ്ലിപ്കാർട്ടിന് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്ലിപ്കാർട്ട് ഡെലിവറി കുറച്ചുകൂടി ഫാസ്റ്റാണ്. കൂടുതൽ പ്രൊഡക്ട്സ് നമുക്ക് 2-3 ഡേയ്സിനുള്ളിൽ തന്നെ കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ റിട്ടേൺ പോളിസിയും കുറച്ച് ബെറ്ററാണ്. പിക്കപ്പും ട്രാൻസാക്ഷനും എല്ലാം പെട്ടെന്ന് തന്നെ നടക്കും. അപ്പോൾ ഇതൊരു പെപ്പർ സോൾട്ട് ഷേക്കറിൻ്റെ സെറ്റാണ്. ഗ്ലാസ് ബോട്ടിൽസാണ് വരുന്നത് കേട്ടോ രണ്ടും. പിന്നെ ഇതിൻ്റെ ലിഡ് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിനാണ്. ഇതുപോലെ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെപ്പർ ബ്ലാക്കിലും സോൾട്ട് വൈറ്റ് ബോട്ടിലുമാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ തന്നെ ഇതുപോലെ ലേബൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 289 റുപ്പീസാണ്. നല്ല പാക്കേജിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതൊരു കോസ്മെറ്റിക് ഓർഗനൈസറാണ്. നമുക്ക് ട്രാവൽ ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാം. ലെതറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഇതൊരു ബേജ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. വേറെയും കളേഴ്സ് അവൈലബിൾ ആണ്. പിങ്കിലും ബ്രൗണിലും അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല സ്പേഷ്യസ് ആണ്. 6 കമ്പാർട്ട്മെൻറ്റാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 232 റുപ്പീസാണ്. ഈ ഒരു ബാഗിൻ്റെ ലെങ്ത്ത് വരുന്നത് 22 സെൻറ്റിമീറ്ററും വിഡ്ത്ത് വരുന്നത് 12 സെൻറ്റിമീറ്ററുമാണ്. പക്ഷേ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് ഉള്ളതുപോലെ തോന്നും. കാരണം ഇതിൻ്റെ സിബ് ഇതുപോലെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ വരുന്ന നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ നല്ല ഉപകാരപ്രദമായിരിക്കും. ഇത് ഫ്ലോറൽ പ്രിൻ്റ് വരുന്നൊരു സെറാമിക് കിച്ചൺ സെറ്റാണ്. അതിനകത്ത് വരുന്നത് ഇതുപോലൊരു പ്ലേറ്റും പിന്നെ 2 കുഞ്ഞു ബൗൾസുമാണ്. ഇതുപോലെ ഫ്ലോറൽ പാറ്റേണാണ് വന്നിട്ടുള്ളത്. നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് ഉള്ളത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് ആണെങ്കിലും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതുപോലെ 2 ബൗൾസാണുള്ളത്. പിന്നെ ഈ ബൗൾസ് എനിക്ക് അത്രയ്ക്ക് ഹെവി ആയിട്ട് തോന്നിയില്ല. കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് കേട്ടോ തോന്നിയത്. അപ്പോൾ ഇത് പ്ലേറ്റിൻ്റെ അതേ പാറ്റേണിൽ വരുന്ന ഒരു ബൗളാണ്. ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത് 11.3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. വേണ്ടൊരു വാങ്ങിച്ചോളൂ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 668 റുപ്പീസാണ് കേട്ടോ ഈ ഒരു സെറ്റിന്. ഇതെല്ലാം അൺബോക്സ് ചെയ്ത് ലാസ്റ്റാണ് ഞാൻ ഈ ഒരു ചോപ്സ്റ്റിക്ക് കണ്ടത്. ഇതുപോലെ 4 വുഡൻ ചോപ്സ്റ്റിക്കാണ് വരുന്നത്. പിന്നെ ബൗളിൻ്റെ അതേ ഡിസൈൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതൊരു ഗ്ലാസ് ബൗളിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. എല്ലാം നല്ല പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഇത് ടോട്ടൽ 7 പീസ് വരുന്ന ഒരു ബൗൾ സെറ്റാണ്.
ഇതുപോലെ ഒരു വലിയ ബൗളാണ് വരുന്നത്, അതുപോലെ ചെറിയ 6 ബൗൾസും വരുന്നുണ്ട്. ഇത് നമുക്ക് ഐസ്ക്രീം ബൗൾസായിട്ടും പുഡിംഗ് ബൗൾസായിട്ടും യൂസ് ചെയ്യാം. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഗ്ലാസ് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പാറ്റേണൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞു ബൗൾ സെറ്റ് ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഐസ്ക്രീം ബൗൾ സെറ്റ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 472 റുപ്പീസാണ്. പിന്നെ ഓരോ ബൗൾസും നല്ല പാക്കേജിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. പുറത്തൊരു ബോക്സ് ഉണ്ടായിരുന്നു, അതിനകത്ത് ഇതുപോലൊരു റാപ്പ് ഉണ്ടായിരുന്നു, അതിനകത്ത് വേറൊരു ബോക്സിലാണ് ഇതുപോലെ പ്രൊഡക്റ്റ് വെച്ചിട്ടുള്ളത്. 2 വലിയ ബൗളാണ് കേട്ടോ വരുന്നത്, ഗ്ലാസ് ബൗളാണ്. 2.5 ലിറ്റേഴ്സാണ് കപ്പാസിറ്റി വരുന്നത്. നമുക്കിത് റൈസ് സെർവ് ചെയ്യാനായിട്ട് പോലും യൂസ് ചെയ്യാം, കാരണം അത്രയും വലുപ്പം വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 756 റുപ്പീസാണ്. ഞാൻ ഇതുപോലുള്ള ബൗള് പുറത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ അതിന് ഒരെണ്ണത്തിന് 600 ആൻഡ് സംതിങ് ഒക്കെയാണ് കണ്ടത്. നമുക്കിത് മിക്സിംഗ് ബൗളായിട്ടും സാലഡ് ബൗളായിട്ടും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു സെറാമിക് ബൗളിൻ്റെ സെറ്റാണ്. 3 ബൗൾസ് വരുന്നൊരു സെറ്റാണ് കേട്ടോ. നല്ല പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഇതുപോലുള്ള പാറ്റേൺ വരുന്ന 3 ബൗൾസാണുള്ളത്. 3ഉം ഡിഫറെൻറ്റ് സൈസിലാണ് വന്നിട്ടുള്ളത്. നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ചെറിയ ബൗളിൽ തന്നെ കറിയൊക്കെ സെർവ് ചെയ്യാനുള്ള ഒരു വലുപ്പം വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല വെയിറ്റുള്ള ടൈപ്പിലുള്ള ബൗൾസാണ്. അപ്പോൾ ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് 840 റുപ്പീസാണ്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതും നല്ല പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഇത് ഒരു ബൗൾ സെറ്റാണ് കേട്ടോ. 2 ബൗൾസ് വരുന്നൊരു സെറ്റാണ്. ഈ ഒരു ബൗൾ ഞാൻ കുറേ ആയിട്ട് മീഷോയിൽ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചൊരു പ്രൊഡക്റ്റാണ്. ഒരു ഓഷ്യൻ ബ്ലൂ കളറാണ് വരുന്നത് 2നും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 526 റുപ്പീസാണ്. ഇതിൻ്റെ പിക്ചറിൽ വേറൊരു ബ്ലൂ ആയിരുന്നു, പക്ഷേ കിട്ടുമ്പോൾ ഈ ഒരു ബ്ലൂ ആണ്. പക്ഷേ ഇതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതൊരു വിൻറ്റേജ് ലുക്കിൽ വരുന്ന ഒരു ടിഷ്യൂ ബോക്സാണ് കേട്ടോ. ഈ പ്രൊഡക്റ്റ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നെസ്റ്റേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിലാണ്. പക്ഷേ അതിനകത്ത് റേറ്റ് ഞാൻ കണ്ടത് 800 സംതിങ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാനത് വാങ്ങിച്ചില്ല. അപ്പോൾ ഈ ഇടയ്ക്കാണ് ഞാൻ ഇതേ പ്രൊഡക്റ്റ് മീഷോയിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫുൾ പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. അപ്പോൾ 2 സൈഡിലും ഇതേപോലെ പഴയ റേഡിയോയുടെ ഒരു ടച്ചാണ് വരുന്നത്. അപ്പോൾ മീഷോയിൽ ഇതിൻ്റെ പ്രൈസ് 197 റുപ്പീസാണ് കേട്ടോ. ഞാൻ ചുമ്മാ ആമസോണിൽ നിന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റേറ്റ് കണ്ടത് 298 റുപ്പീസാണ്. ഇതിൻ്റെ 3 കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. മീഷോയിലും ഇതേ കളേഴ്സ് അവൈലബിൾ ആണ്. നമുക്കിത് ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ടിഷ്യൂ വെച്ച് അടയ്ക്കാം, അല്ലെങ്കിൽ ഈ ഹോളിലൂടെ തന്നെ ടിഷ്യൂ അകത്തിട്ട് നമുക്കിതുപോലെ എടുക്കാനായിട്ട് പറ്റും. നമുക്കിത് വാഷ് ബേസിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരു ഡെക്കോർ ഐറ്റം ആയിട്ടും യൂസ് ചെയ്യാം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു കോഫി കപ്പാണ്. അപ്പോൾ ഇതിൽ ഡബിൾ വാളാണ് കൊടുത്തിട്ടുള്ളത്. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു ഭംഗിയും. പുറത്തുള്ള സ്പേസിൽ ഇതുപോലെ ഡ്രൈഡ് ഫ്ലവേഴ്സാണ് ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 268 റുപ്പീസാണ്. പിന്നെ ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഫുൾ ഗ്ലാസ്സാണ് മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഇപ്പോൾ മിക്കവരും യൂസ് മാത്രമല്ല നോക്കുന്നത്, എസ്തെറ്റിക് ആണോ എന്നുള്ളത് കൂടി നോക്കിയിട്ടാണ് ഓരോ സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു കോഫി കപ്പാണ് കേട്ടോ. ഇതൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. ഇത് ഞാൻ ഒരുപാട് തവണ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ എന്തൊക്കെയോ റീസൺ കൊണ്ട് ഞാൻ പിന്നെ അത് ഒഴിവാക്കും. അപ്പോൾ എന്തായാലും അവസാനം ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലവേഴ്സ് ആണെങ്കിലും സ്റ്റെം ആണെങ്കിലും നമുക്ക് ഒറിജിനൽ പോലെ തോന്നിക്കുന്ന രീതിയിലാണുള്ളത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതുപോലെ 3 എണ്ണമായിട്ടാണ് വന്നിട്ടുള്ളത്.
വേണമെങ്കിൽ 3 3 വേസിൽ കുഞ്ഞു കുഞ്ഞു വേസിലായിട്ട് വെക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടെ ആയിട്ട് ഒരു വേസിലും വെക്കാം. എന്തായാലും ഫ്ലവറൊക്കെ ഇതുപോലെ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 170 റുപ്പീസാണ്. അപ്പോൾ ഞാൻ വേസിലൊക്കെ ഇട്ട് നോക്കിയ സമയത്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ സ്റ്റെമ്മിന് ഇത്രയും ലെങ്ത് ആവശ്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് വിടാം. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്, മസ്റ്റ് ബൈ ഐറ്റമാണ്. ഇതൊരു സോൾട്ട് ആൻഡ് പെപ്പർ ഷേക്കറിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. കൂടെ തന്നെ അതിനൊരു ട്രേയും വരുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ബോട്ടിൽസും ട്രേയുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 333 റുപ്പീസാണ്. ഈ ട്രേ വരുന്നത് മെറ്റൽ ട്രേ ആണ്. അതുപോലെ തന്നെ ഹാൻഡിൽ വരുന്നത് വുഡൻ ഹാൻഡിലാണ്. പിന്നെ പെപ്പർ സോൾട്ട് എന്ന് ഇതുപോലെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. കുഞ്ഞതാണെങ്കിലും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പ്രോഡക്റ്റാണ്. നമുക്ക് ഡൈനിങ് ടേബിളിലൊക്കെ ഒരു ഡെക്കോർ പീസായിട്ടും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ 2 ബോട്ടിൽസാണ് കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് ബോട്ടിൽസാണ് കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റുള്ള ബോട്ടിൽസാണ്. പിന്നെ ലിഡിൽ ഇതുപോലെ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയുള്ള ബോട്ടിലാണ് കേട്ടോ. പിന്നെ ലിഡ് കൊടുത്തിട്ടുള്ളത് മെറ്റൽ ലിഡാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇതൊരു സോൾട്ട് ആൻഡ് പെപ്പർ ബോട്ടിൽസിൻ്റെ സെറ്റാണ്. ഇതുപോലെ വൈറ്റ് ക്യൂട്ട് ബോട്ടിൽസ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതേപോലത്തെ വൈറ്റ് പ്ലെയിൻ ബോട്ടിൽസും അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഓഫ് വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലും വരുന്നുണ്ട്. അപ്പോൾ 3 പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ വൈറ്റ് ആൻഡ് ബ്രൗണിന് വരുന്നത് 133 റുപ്പീസാണ്. ഇതിന് 200 റുപ്പീസാണ് കേട്ടോ വരുന്നത്. അപ്പോൾ താഴത്തായിട്ട് ഇതുപോലെ ഹോളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ സോൾട്ട് ആൻഡ് പെപ്പറും നിറയ്ക്കാനായിട്ട് പറ്റും. ഇത് നല്ല ഭംഗിയുള്ളൊരു ഡെക്കർ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണ്. വളരെ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ട്രേ ഉള്ളത് താഴത്തെ പോർഷൻ മിററും സൈഡിലുള്ളത് ഗ്ലാസ്സും ആണ് കേട്ടോ. നല്ല പ്രീമിയം ക്വാളിറ്റിയിലും ലുക്കിലും വരുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഒരു മസ്റ്റ് ബൈ ഐറ്റമാണ്. നമുക്കിത് വാനിറ്റി ഓർഗനൈസറായിട്ടും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിലൊക്കെ ഒരു ഡെക്കോർ പീസായിട്ടും അല്ലെങ്കിൽ ജ്വല്ലറി ട്രേ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ ഒരുപാട് തവണ കണ്ടിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 244 റുപ്പീസാണ് കേട്ടോ. പിന്നെ സൈഡിലൊക്കെ ഇതുപോലെ ഗോൾഡൻ കളർ കവറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സെർവിങ് ട്രേ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. നമുക്ക് ഡെക്കോർ ഐറ്റമായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഗോൾഡൻ കളറിലാണ് വരുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ ഇതിൽ പറഞ്ഞിട്ടുള്ളത് അലുമിനിയം എന്നാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. സ്റ്റോർ ചെയ്യാനായിട്ടൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം ഇത് എയർ ടൈറ്റ് ഒന്നും അല്ല. പീനട്ടിൻ്റെ ഷേപ്പിലാണ് ഇത് വരുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 284 റുപ്പീസാണ്. നമ്മൾ ഡെക്കർ ഐറ്റമൊക്കെ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല പ്രീമിയം ലുക്ക് തരുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. പിന്നെ ഇതുപോലെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് പീനട്ട് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ്. സെർവിങ് ട്രേ ആയിട്ട് മാത്രമല്ല, നമുക്കിതുപോലെ ജ്വല്ലറി ബോക്സ് ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ്. നമുക്ക് വാനിറ്റി ഏരിയയിലും ഇതുപോലെ പെട്ടെന്ന് നമ്മുടെ ജ്വല്ലറിയൊക്കെ വെക്കാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ.
അപ്പോൾ ഇതൊരു കാസറോളാണ് കേട്ടോ. ഞാൻ കുറച്ചുകൂടി വലിപ്പം എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വന്നപ്പോൾ കുറച്ച് ചെറുതാണ്. പക്ഷേ എന്നാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതുപോലെ ഗോൾഡൻ ലുക്കിലാണ് വരുന്നത്. അതുപോലെ തന്നെ കളേഴ്സ് വരുന്നത് ബ്ലാക്കും ഗോൾഡൻ ആൻഡ് വൈറ്റിലാണ്. ഒരു പ്രീമിയം ടച്ച് ഉണ്ട് എന്തായാലും. പക്ഷേ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഹാൻഡിലൊക്കെ ഇതുപോലെ ഗോൾഡൻ കളറാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 480 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സെറാമിക് സെർവിങ് ഡിഷിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. അപ്പോൾ 3 വരുന്ന ഒരു സെറ്റായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ പാറ്റേണൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള പ്രൊഡക്റ്റ്സ് ഞാൻ കണ്ടിട്ടുള്ളത് നെസ്റ്റേഷ്യയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ ഇതുപോലുള്ള പാറ്റേണിൽ വരുന്ന കുറച്ച് പ്രൊഡക്ട്സൊക്കെ നെസ്റ്റേഷ്യയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ കുറച്ച് പ്രൈസ് കൂടുതലാണ്. അപ്പോൾ ഇതിൽ നോക്കിയ സമയത്ത് കുറച്ച് റീസണബിൾ പ്രൈസ് ആണെന്ന് തോന്നി. നമുക്കിത് നട്ട്സും സോസും സാലഡൊക്കെ സെർവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. കുറച്ച് ചെറിയ സൈസാണ്, പക്ഷെ നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാനായിട്ട്. നെസ്റ്റേഷ്യയിൽ ഞാൻ വാങ്ങിച്ച സമയത്ത് ഈ ഒരു സെർവിങ് ഡിഷിന് തന്നെ 150, 200, 250 ആ ഒരു റേഞ്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് 3 വരുന്നൊരു സെറ്റിന് 369 റുപ്പീസാണ് കേട്ടോ മീഷോയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിതുപോലൊരു വുഡൻ കട്ടിംഗ് ബോർഡിലൊക്കെ സെർവ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇത് നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത് 4 വരുന്ന ക്യൂട്ടായിട്ടുള്ള സെറാമിക് ബൗൾ സെറ്റാണ് കേട്ടോ. 4 കളേഴ്സിലും പാറ്റേണിലും ആണ് വരുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ബൗൾസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. നമുക്കിത് നട്ട്സും സോസും ഒക്കെ സെർവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ വീഡിയോസൊക്കെ എടുക്കുന്നവരാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും, കാരണം നല്ല ക്യൂട്ടായിരിക്കും വീഡിയോസിലൊക്കെ കാണാനായിട്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 370 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഇത് 2 വാങ്ങിക്കേണ്ടവർക്ക് അങ്ങനെയും അവൈലബിൾ ആണ്. 2, 4, 6. അപ്പോൾ അതെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ അത് കാണാനായിട്ട്.